നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്നതൊക്കെ ഞാനെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് മുഴുവൻ ഞാനെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ മുകളിലാണ്. ആ പവർഫുള്ളായിട്ടുള്ള സംഭവത്തിൻ്റെ മുകളിൽ കെട്ടിപ്പടുത്ത ആ താൽക്കാലികമായ ധാരണകൾ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വ്യക്തിത്വം ഇല്ല, അല്ലെങ്കിൽ അവിടെ ഷാഫിയില്ല, അവിടെ അല്ലെങ്കിൽ ആ ആളില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. ആ തോന്നലിനെ മാറ്റിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്താണോ യൂണിവേഴ്സലി ഈ പറയുന്ന ധാരണകളെല്ലാം കെട്ടിപ്പടുക്കാൻ കാരണമായിട്ടുള്ള റിയലായിട്ടുള്ള അസ്തിത്വത്തെ നമ്മൾ അറിയാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ പലതും കെട്ടിപ്പടുത്തുണ്ടാക്കിയിട്ടുണ്ട്. ഭാര്യയാണ്, അച്ഛനാണ്, മകനാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, ഞാൻ ബോധിയാണ്, ബുദ്ധൻ്റെ ആളാണ്, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കതിൽ പറയാം, മനസ്സിലായോ? അല്ലെങ്കിൽ എനിക്ക് പേടിയാണ്, എനിക്ക് ഭയമാണ്, ഞാൻ ജീവിക്കാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നതാണ്, എൻ്റെ അച്ഛനമ്മമാർ കൊള്ളാത്തവരാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്നതിൻ്റെ മുകളിൽ കെട്ടിപ്പടുത്തിട്ട് ആ കെട്ടിപ്പടുത്തത് ഞാനാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ വളരെ കുറഞ്ഞ സമയം ഇരിക്കാൻ പറ്റും. കാരണം ആ ഞാനായിട്ട് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഞാനിരിക്കുന്നത്. ആ തീരുമാനം ഈ കാലത്തിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ രൂപം കൊണ്ട അവസ്ഥയിൽ നിന്ന് ഞാനായിട്ട് എടുത്തതാണ്. അതിനൊരിക്കലും നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത്, ആ നിലനിൽക്കുന്നത് ഈ പറയുന്ന രൂപങ്ങളെല്ലാം കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന ആ അവസ്ഥയുമായിട്ട് ഈ രൂപത്തിനെ കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ സങ്കടത്തിൽ നിന്ന് മാറാനുള്ള കപ്പാസിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഭാഗത്ത് ഞാൻ നോക്കണം. അല്ലാതെ ദൈവത്തെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ആ ഉള്ളിൽ കിടക്കുന്നതിൽ നിന്ന് താൽക്കാലികമായിട്ട് ചിന്തകളെ മാത്രമേ മാറ്റാൻ സാധിക്കുള്ളൂ. ഉള്ളിൽ കിടക്കുന്ന പേടിയും മുറിവും അവിടെ അങ്ങനെ തന്നെ കിടക്കുകയാണ്. അപ്പം ഞാൻ എന്നെ ശ്രദ്ധിച്ച് എന്തെല്ലാം അഴുക്കുകളാണ്, അല്ലെങ്കിൽ എന്തെല്ലാം ലേബലുകളാണ്, എന്തെല്ലാം പെർസെപ്ഷനാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നതെന്ന് ഞാൻ ഒന്നൊന്നായി എണ്ണി അതിൻ്റെ എല്ലാം പൊരുളെടുത്ത് മാറ്റണം. അതായത് അതിനവിടെ റെസ്പെക്റ്റ്ഫുള്ളി ഞാൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ആ പറയുന്ന ലൂപ്പിൽ നിന്ന് എനിക്ക് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവർ ഇങ്ങനെയാണ്, അവരെ കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അവരെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്നും അതിൻ്റെ ഉള്ളിൽ കിടക്കും. ആ കെട്ടെന്ന് പറയുന്നത് അത് കെട്ടിയെടുക്കാൻ വേണ്ടി മാത്രമുള്ള കെട്ടാണ്. അവിടെ വന്ന് ആരും രക്ഷിക്കാൻ പോകുന്നില്ല. സോ ബി അവെയർ. തിരിച്ചു കിട്ടണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ എത്ര സ്നേഹം തന്നെ കൊടുത്താലും ആ എക്സ്പെക്റ്റേഷൻ നമ്മളെ ശരീരത്തെ വലിഞ്ഞു മുറുക്കുകയും അതുപോലെ തന്നെ ഒരുപാട് തരം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, സങ്കടം, രോഗം, മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. യഥാർത്ഥ സ്നേഹവും അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് അത് നമുക്ക് മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നതോ നമ്മൾ കൊടുക്കുമ്പം നടത്തുന്ന ഒരു ബിസിനസ് ഡീലോ അല്ല. അത് നമ്മുടെ ആ പ്യുവർ സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പൊസിഷനാണത്. ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയുമ്പം എനിക്ക് എന്നെ നന്നായിട്ട് ആ ഈസി ഫ്ലോ ഞാൻ തന്നെ റിയലൈസ് ചെയ്യുന്നൊരു ഭാഗമാണ്. അവിടെ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടണം എന്നുള്ള ഭാഗത്താണെങ്കിൽ ആ വ്യക്തിയുടെ എനർജിയല്ലേ നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ വ്യക്തിയെ ഏത് രീതിയിലാണ് ആ വ്യക്തി കൊണ്ടുപോണത്, ആ കണ്ടാമിനേഷനും കച്ചറയും മുഴുവനായിട്ട് നമ്മൾ എടുക്കല്ലേ, നമ്മളെ ലിമിറ്റ് ചെയ്യല്ലേ. അങ്ങനെയല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ആ പ്യുവർ ഡിവൈൻ പൊസിഷനിൽ ഇരുന്ന് കൊണ്ട് നമ്മൾ തിരിച്ചറിയുമ്പം അവിടെയാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു സ്നേഹം സംഭവിക്കുന്നത്. അത് സംഭവിക്കുകയാണ്. അല്ലാതെ തിരിച്ചു കിട്ടണം എന്നുള്ള അജണ്ടയിൽ നമ്മൾ ചെയ്യുന്നതൊന്നും നമ്മളെ ഒരിക്കലും സ്വതന്ത്രമാക്കാനോ പോണില്ല. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം പ്രതീക്ഷിക്കുന്നത് നിർത്തിയിട്ട് നമ്മുടെ ആ ആഭ്യന്തര, അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റേർണൽ കപ്പാസിറ്റിയിലേക്ക് വന്നിട്ട് ഈ ലൈഫ് എൻ്റെ പരമാധികാരത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗത്തേക്ക് വരിക. കാരണം ഞാൻ എന്നിൽ പൂർണ്ണനാകുമ്പം ഈ തിരിച്ചു കിട്ടണം എന്നുള്ള പരാതികളും സങ്കടങ്ങളും കംപ്ലീറ്റ് അലിഞ്ഞു പോകും.
അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെടുകയും ചെയ്യും. ഇവർ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇവരിൽ നിന്ന് എനിക്ക് എന്നെ വേർതിരിക്കാൻ പറ്റാത്തത് എൻ്റെ തന്നെ ശരീരത്തിൻ്റെ ചില താൽക്കാലിക ക്ഷീണങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പവർഫുൾ ആവണ ഭാഗത്തേക്ക് വരിക. വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ പവർഫുള്ളാണ്, അത് തിരിച്ചറിയാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സമൂഹത്തിൻ്റെ മറ്റൊരു ദൈവമെന്ന് പറയുന്നത് സത്യത്തിൽ ഈ കലണ്ടറാണ്. കാരണം ഭൂരിഭാഗം മനുഷ്യരും ജീവിക്കുന്നത് ഈ ചില കൺക്ലൂഷനുകളിലാണ്. അവർക്ക് ദിവസം, മാസം അല്ലെങ്കിൽ സമയം എന്നൊക്കെ പറഞ്ഞ് അളന്ന് തിട്ടപ്പെടുത്തുന്ന ഒരേ അച്ചിലിട്ടതുപോലത്തെ ഒരു ജീവിതം വേണം. അത് ഒരേ ആളുകൾ, ഒരേ വലിഞ്ഞ മുറകളുകൾ, ഒരേ ലൂപ്പുകൾ, അതിനെയാണ് അവർ സ്ഥിരത എന്ന് വിളിച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തം ജീവിതം ജീവിക്കണ അല്ലെങ്കിൽ ആ നാച്ചുറൽ താളത്തിൽ ജീവിക്കുന്ന ആളുകളെ കാണുമ്പം ഇവരുടെ മൈൻഡിന് ഇത് ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസവും. അതുകൊണ്ടാണ് അവർ പറയണത് ഇവൻ്റെ ഇവിടെ നിന്ന് ആരും നിൽക്കാൻ പോകുന്നില്ല, ഇവനൊക്കെ എവിടെയെങ്കിലും കാട്ടിൽ പോയി ജീവിക്കട്ടെ എന്നുള്ളത്. കാരണം അത് കാണിക്കുന്നത് അവരുടെ തന്നെ ഭയമാണ്, നമ്മുടെ ആരുടെയും റിയാലിറ്റി അല്ല എന്നുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അല്ലാതെ ഒരാൾ എത്ര വർഷം എൻ്റെ കൂടെ ജീവിച്ച് ആ ഡ്യൂറേഷൻ നോക്കിയല്ല നമ്മുടെ ജീവിതം നമ്മൾ അളക്കുന്നത്. പകരം നമ്മൾ കൂടെയുള്ള ഞാൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എത്രത്തോളം പ്യുവറായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം ഒരു അജണ്ടയും ഇല്ലാതെ അവരുടെ ആ പ്യുവർ പ്രസൻസ് അനുഭവിക്കാൻ, എൻ്റെ പ്യുവർ പ്രസൻസിലിരിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം 10 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടും ഉള്ളിൽ ഈ പറഞ്ഞ വലിഞ്ഞു മുറുകലും പ്രശ്നങ്ങളും ജഡ്ജ്മെൻറ്റും ലേബലിങ്ങും ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഭ്രാന്തമായ ആവേശമാണുള്ളതെങ്കിൽ ഒരു കാര്യമില്ല. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഓരോ നിമിഷത്തിൽ ആ ഹാപ്പനിങ് അല്ലെങ്കിൽ ആ വരുന്ന ആളുകളുമായിട്ട് ആ പ്യുവർ സ്റ്റേറ്റിൽ ഇരുന്ന് അസോസിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ആ പ്യുവർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ പ്യുവർ ഫ്ലോ അനുഭവിക്കുക എന്നുള്ള ഭാഗം വരുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എവിടെയും കെട്ടിടാനുള്ള ഒരു കെണിയല്ല, അത് നിമിഷം തോറും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സോ അവർ ലെറ്റ് ദം കൗണ്ട് ദ ഡേയ്സ് ആൻഡ് നമുക്ക് ജസ്റ്റ് കൗണ്ട് ദ ലൈഫ്, അത്രയേ ഉള്ളൂ. അപ്പം സ്ഥിരത എന്ന് പറയുന്നത് പുറമേയുള്ള ആളുകൾ നമ്മളെപ്പറ്റി എന്ത് പറയുന്നതെന്നുള്ള ആ സ്ഥിരതയിലല്ല, അല്ലെങ്കിൽ എത്ര കാലം നമ്മുടെ കൂടെ ആളുകൾ ഒരുമിച്ചുണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റിയല്ല. കാരണം പുറത്തുള്ള മനുഷ്യരും ഈ കാണുന്ന പ്രകൃതിയും ഇതെല്ലാം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളിലുള്ള സ്ഥിരത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പ്യുവർ സ്റ്റേറ്റ് അല്ലെങ്കിൽ എൻ്റെ ബോധത്തെ ഞാൻ എത്രത്തോളം ആ സീറോ സ്റ്റേറ്റിൽ ഇരുന്ന് അനുഭവിക്കുന്നുണ്ട്, അത് മാത്രമാണ് സ്ഥിരത. അല്ലാതെ ആര് വന്ന് ആര് പോയി ഇതൊന്നും നമ്മുടെ വിഷയം പോലുമല്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഈ റിലേഷൻഷിപ്പിൻ്റെ മിക്ക പ്രോബ്ലംസും നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒറ്റ കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം പങ്കാളി തൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണെന്ന് അടുത്ത ആളുടെ ഉള്ളിൽ ഒരു ചിന്ത കയറിക്കൂടുന്നു. അല്ലെങ്കിൽ എന്താ വിഷയമുള്ളത്, ഇപ്പം ഗേൾ ഫ്രണ്ടിനോ ഭാര്യക്കോ ബോയ് ഫ്രണ്ടിനോ ഭർത്താവിനോ വേറെ ഒരു അഫെയർ ഉണ്ടെന്ന് അറിയുമ്പം സത്യത്തിൽ മനുഷ്യൻക്കുണ്ടാവുന്ന ഭ്രാന്തെന്ന് പറയുന്നത് അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല, മറിച്ച് തൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു ഈഗോയും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടല്ലോ. അതായത് പണ്ട് മനുഷ്യനെ അടിമകളാക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞപ്പം എവിടെയോ ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവനൊരു ഉടമസ്ഥാവകാശത്തെ അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ ശരീരം. കാരണം ബോഡിയിൽ പല ഇൻസെക്യൂരിറ്റികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ജനറേഷൻസായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന ട്രോമകളാണ് ട്രിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ട് എന്നുള്ള ഭാഗത്ത് അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ
നമ്മുടെ അശ്രദ്ധ കൊണ്ട് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വേദനിക്കുന്നുണ്ടല്ല, അതുപോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, അവന് അല്ലെങ്കിൽ വൃത്തികെട്ടവളാണെന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തിയിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ പരാതി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സ്വന്തം ജീവിച്ചിരിക്കുന്ന അവസ്ഥയെ വളരെ കടുത്ത മാനസികമായിട്ടുള്ള ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാൻ ആർക്കൊരു മടിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അത്ഭുതകരമായ കാര്യം. കാരണം കൂടുതലുള്ള ആളുകളെ നിയന്ത്രിക്കാതെ നമുക്കിരിക്കാൻ സാധിക്കുമ്പം നമ്മുടെ സിസ്റ്റത്തിലാണ് ഈ പറയുന്ന റീപെയറിങ് നടക്കുന്നത്. ആർക്കെങ്കിലും വേറെ അഫെയർ ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ആവശ്യമല്ലേ, അത് അവരുടെ ഫ്ലോ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എന്താണ് അവർക്ക് കിട്ടേണ്ടതെന്ന് വെച്ചാൽ അത് കിട്ടിയാൽ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് നല്ലൊരു ബന്ധത്തിലിരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ അവരുടെ ഉള്ളിലൊരാഗ്രഹം വന്ന് അത് നടത്താൻ വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ അവർ പാടുപെടുമ്പം അവരുടെ ആ പ്യുവർ പ്രസൻസ് നിങ്ങൾക്കും ലഭിക്കാൻ പോണില്ല. അല്ലാതെ അവരുടെ ശരീരത്തിലും മനസ്സിലും അവരെന്താണ് ഒളിപ്പിച്ച് വെക്കണതെന്ന് ആർക്കും കണ്ടുപിടിക്കാനും പറ്റത്തില്ല. പിന്നെ എന്ത് കാര്യത്തിനാണ് ആ പ്യുവറായിട്ടുള്ള അവസ്ഥയെ നമ്മൾ മറ്റൊരാളിൽ തുരങ്കം വെക്കേണ്ട കാര്യം പോലും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ആർക്കെങ്കിലും പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർ പോകണം. അത് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വന്നോളും. കാരണം അത് രണ്ടും എൻ്റെ വിഷയമായിട്ട് മാറരുത്. നമ്മൾ നോക്കേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്, ഞാൻ ഈ നിമിഷത്തിൽ എനിക്ക് അവരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കുമ്പം എൻ്റെ ഉള്ളിൽ എനിക്ക് നന്നായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ, ഇത് മാത്രം നോക്കിയാൽ മതി. ആ ഭാഗം പ്യുവറായിട്ട് കൊണ്ടുപോകുമ്പം നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും സുഖമായിട്ടിരിക്കുമ്പം ആ സമാധാനം തന്നെയാണ് ഈ ലോകത്ത് എല്ലാവർക്കും സമാധാനം കിട്ടാനുള്ള വഴി. അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പം നമ്മുടെ കുറ്റങ്ങൾ നമ്മൾ അറിയാതെ മറച്ചു വെക്കുകയാണ്. അല്ലെങ്കിൽ വേദനയിലേക്ക് പോകുമ്പം സുഖം അനുഭവിക്കുന്ന ഒരു ശരീരം എനിക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഇവിടെ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. ഈ മാറ്റം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇംപെർഫെക്ഷനാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫെക്ഷൻ. കാരണം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൽ ശരിയും തെറ്റും തീരുമാനിക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. മറിച്ച് നമ്മൾ ഓരോരുത്തരും ശരിയായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയല്ലാത്തത് വിട്ടു പോകുമ്പം അവിടെയാണ് ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. അല്ലാതെ അവൾ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവും, ഇവന് ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഓൾറെഡി റീൽസും സിനിമയും കണ്ടിട്ട് നമ്മൾ തന്നെ സ്വപ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവസാനം ഈ സ്വപ്നങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നം കണ്ട് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ സ്വപ്നം മാറിയതിന് നമ്മൾ സ്വപ്നവുമായിട്ട് അടിവെക്കാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അടിവെച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റുപാടും ഉള്ള എല്ലാ മനുഷ്യന്മാരും. നമുക്ക് ആരെയും നിയന്ത്രിക്കാൻ യാതൊരു റൈറ്റും ഇല്ല. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ പെടാതെ നമ്മളെ നന്നായിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏക വഴി. വേറെ ഏത് രീതിയിൽ നമ്മൾ പോയാലും നമ്മൾ മറ്റുള്ളതിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. എന്നിട്ട് നമ്മുടെ തന്നെ സ്വപ്നങ്ങൾ തകരുമ്പം നമ്മൾ ഈ ആളുകളുമായിട്ട് പ്രശ്നത്തിലേക്ക് പോകും. നമ്മളെന്തിനാണ് അങ്ങനെ ഒരു സ്വപ്നം കാണുന്നത്? കാരണം ജീവിതം ഒരു സ്വപ്നമല്ല, അത് റിയലായിട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കല്ലേ, എല്ലാവർക്കും ഒരുപോലെ തന്നെ. അപ്പോൾ ആദ്യം ഞാൻ എന്താണെന്നുള്ള ഭാഗം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഭാഗം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ മാത്രമേ പരസ്പരം സഹകരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എൻ്റേതാണെന്നുള്ള തോന്നലിൽ ഇരുന്നു കൊണ്ട് വീർപ്പ് മുട്ടിയിട്ട് അവസാനം അവരിട്ടേച്ച് പോകുമ്പം കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിട്ട് ഭ്രാന്താവും. അതിൻ്റെ ഒരാവശ്യമില്ല. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ സുഹൃത്ത് ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അവൻ 2 ദിവസമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്തതിൽ PhD എടുക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഒന്നും ചെയ്യാതെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ വീണ്ടും എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ള താല്പര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം അങ്ങനെ വളരെ എത്രത്തോളം നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ നമ്മളെ കൊണ്ടുപോവാണ്. അതായത് ശരീരത്തിന് പ്രത്യക്ഷത്തിൽ യാതൊരു തരത്തിലുള്ള എഫേർട്ടും ഇല്ല. തൂമ്പെടുത്ത് കളക്കണ്ട, ഓഫീസിൽ പോകണ്ട,
അല്ലെങ്കിൽ വേറെ ജോലികളോ കാര്യങ്ങളോ ഒന്നുമില്ല, ആരോടും സംസാരിക്കേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ്ലി ബോഡി റിലാക്സ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ കൂടെയാണ് 48 മണിക്കൂർ കടന്നു പോണത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്നിട്ട് അല്ല നമ്മൾ അങ്ങോട്ട് പോയാലോ, നമ്മൾ ഇങ്ങോട്ട് പോയാലോ, നമ്മൾ അങ്ങനെ ചെയ്താലോ. അപ്പം ഞാൻ പറയും ഓക്കെ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഇന്നലെ രാത്രി ആളെണീറ്റ് പോയി. ഓക്കെ, ആളെണീറ്റ് പോയിട്ട് ആൾ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ സർക്കാരിൻ്റെ മദ്യം മേടിച്ച് കഴിച്ച് ഓക്കെ, പിന്നെ അവൻ ബീച്ചിൽ പോയി. അപ്പോൾ അവന് കാരണം ശ്രദ്ധിക്കണം, അതായത് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ ശരീരത്തിനെ മാനേജ് ചെയ്യാൻ മനസ്സ് സമ്മതിക്കണില്ല. അപ്പോൾ അവിടെ ആ പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗം മൈൻഡുമായിട്ടാണ്, അല്ലാതെ ബോഡി റിലാക്സ് ആയിട്ടാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം അറിയാൻ പറ്റാത്ത രീതിയിൽ മൈൻഡ് ഇന്നത്തെ മനുഷ്യനെ നിരന്തരം ജോലിക്കായിട്ടും കള്ള് കുടിക്കാനായിട്ടും ബാക്കിയുള്ള ഡ്രഗ്സ് ഉപയോഗിക്കാനായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ജോലികൾ ചെയ്യാൻ ഒരു പ്രേരണ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി ആ പ്രേരണയുടെ വിക്റ്റിമായിട്ടാണ് പിന്നെയും വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ആ ഫ്രീ ആയിട്ടിരിക്കുന്ന അവസ്ഥ സെൻസ് ചെയ്യാൻ ബോഡിക്ക് പറ്റണില്ല. അപ്പോൾ പോയി മദ്യപിച്ച് കഴിഞ്ഞ് ബീച്ചിലൊക്കെ ഒന്ന് ചാടി കഴിഞ്ഞപ്പം ആഹാ ഞാൻ ആക്റ്റീവായി എന്നുള്ളൊരു ഭാഗത്തേക്ക് പോയി. പക്ഷെ ഞാനവിടെ എന്താ ചെയ്തത്, ഞാൻ ഈ വ്യക്തി ഇങ്ങനെ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ അടിച്ചിട്ട് കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും തൊടാൻ പോയില്ല, അല്ലെങ്കിൽ അവനുമായിട്ട് യാതൊരു തരത്തിലും അവൻ്റെ ആ ഭാഗത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ പോവാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ശരീരത്തിൽ ഒരു ചെറിയ അവയർനെസ് വരും. ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനിയും ഒന്നും ചെയ്യാതിരിക്കുന്ന ഭാഗത്തേക്ക് തന്നെയാണ് വരാനുള്ളത്. അപ്പം അതും വരും എന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാണ്. ഓക്കെ, അതും വളരെ സാവധാനം, കാരണം എത്ര ചൂടിലാണ് ആ പാത്രം തിളക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തർക്കേ അറിയുള്ളൂ. അപ്പോൾ അത്ര തിളക്കുന്നതിനനുസരിച്ച് ആ ചൂടിൻ്റെ ആ പാത്രം തീ ഓഫാക്കിയെന്ന് വിചാരിച്ചിട്ട് ആ പാത്രത്തിൻ്റെ ചൂട് മാറാനെടുക്കുന്നൊരു ടൈം ഉണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ശ്രദ്ധ വേണ്ടത്, അവിടെ ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ ഒരു റിച്ചായിട്ടുള്ള ഞാനാണുള്ളതെങ്കിൽ ഒരിക്കലും പിന്നെ എൻ്റെ റിച്ച്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്നെ ഞാൻ ഒരു പ്രോബ്ലത്തിലൂടെ കൊണ്ടുപോകുന്ന ഭാഗം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പം എന്നോടുള്ള എൻ്റെ താല്പര്യക്കുറവാണ് വീണ്ടും ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുമ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പൊട്ടത്തരത്തിൻ്റെയും എഫേർട്ട് നമ്മൾ കാണും. നമ്മൾ ഈ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു തെറ്റിലേക്ക് പോയിട്ട് നമ്മളെ ബോഡിയിൽ നമ്മളൊരു എഫേർട്ട് കൊണ്ടുവരുന്ന ഭാഗമില്ല. പണ്ടുള്ളവർ ഇതിനെ പശ്ചാത്തപിക്കുക, വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞത് നമ്മളെ ശരീരം നമ്മുടെ ശ്രദ്ധയിലല്ലാതെ കൊണ്ടുപോകുന്നതാണെന്നുള്ളത് തെറ്റ് തിരിച്ചറിയുമ്പം പിന്നെ ആ വഴിയിലൂടെ അതിനെ നമ്മൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് ഒരു തരത്തിലും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ് ഈ മനുഷ്യനെന്ന് പറയുന്നത്. കാരണം ആ മെച്യൂരിറ്റിയിലേക്ക് അവൻ പതുക്കെ അവനെ ശ്രദ്ധിച്ചെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കുട്ടിയെ പ്രസവിച്ചിട്ട് കഴിഞ്ഞാൽ പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ഒക്കെ അത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അത് അതിൻ്റേതായിട്ടുള്ളൊരു പവർഫുൾ സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഓക്കെ, ഫിസിക്കലി. അതുപോലെ എല്ലാ മൃഗങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനേക്കാൾ സ്പീഡിൽ ഫിസിക്കലി അവൻ്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു മൃഗം ഒരു ഇണയെ മെയ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കല്യാണം ആലോചിച്ച് അല്ലെങ്കിൽ അതിൻ്റെ വീട്ടിൽ ചെന്ന് ചായ കുടിച്ച് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എഗ്രിമെൻ്റ് ഉണ്ടാക്കി നാട്ടുകാരെ ബോധിപ്പിച്ചിട്ട് അല്ല അതിൻ്റെ കാര്യങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണത്. ഓക്കെ, അപ്പം മനുഷ്യനെന്ന് പറയുന്നത് വളരെ വീക്കായതുകൊണ്ട്, വീക്കറിന് എങ്ങനെയാണ് വീക്ക്? കാരണം അവൻ്റെ ശ്രദ്ധ എവിടെയോ അവനിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ട് ഇതെല്ലാം ഇപ്പം 4 ആളെ ബോധിപ്പിച്ച് ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ കല്യാണത്തിൽ 2 പേര് പരസ്പരം ഒരുമിക്കാൻ യാതൊരു തരത്തിലുള്ള മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഒരു എഗ്രിമെൻ്റ് വരുന്നത്. ആ എഗ്രിമെൻ്റ് 4 ആൾക്കാരെ ബോധിപ്പിച്ച് ഒപ്പിടിയിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്നത്. അതും പോരാഞ്ഞിട്ട് ഈ കണ്ട ആളുകൾക്ക് മുഴുവൻ ഭക്ഷണവും അവരെല്ലാവരും ഈ കല്യാണം നടന്നു എന്നുള്ളത് മറ്റൊരർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ കാരണമൊക്കെ നമ്മളിലുള്ള ഇമ്മെച്യൂരിറ്റിയാണ്. ഇനി യൂണിവേഴ്സിൻ്റെ ഭാഗത്തും അങ്ങനെ തന്നെ. കാരണം ഹോസ്പിറ്റലിൽ ജനിച്ച്
അല്ലാതെ വേറെ ഒരു മൃഗവും ഒരു പ്രസവത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നില്ല. ഓക്കെ, പക്ഷെ മനുഷ്യൻ ഹോസ്പിറ്റലിൽ പ്രസവിച്ച് എല്ലാ കാര്യങ്ങളും അത്രയും ഒരു സെക്യൂറായിട്ട് കൊണ്ടുപോകുന്ന ഭാഗത്താണ് ഇന്ന് മനുഷ്യനുള്ളത്, അൺടിൽ അവൻ അവനെ പറ്റി അറിയുന്നത് വരെ. അപ്പോൾ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്, നമ്മൾ തന്നെ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. ജീവിക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ പവർഫുൾ സ്റ്റേറ്റും ഞാൻ എന്നിൽ തന്നെ തിരിച്ചറിഞ്ഞ് പതുക്കെ പതുക്കെ ഈ പറയുന്ന ഫിസിക്കലും അതുപോലെ തന്നെ കോൺഷ്യസ്നെസ്സുമായിട്ടുള്ള ബന്ധം രണ്ട് പ്രോപ്പർലി കണക്റ്റ് ആവുന്നത് വരെ എന്നിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ ചാടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് എളിമപ്പെടാൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുക, നമ്മളിൽ തന്നെ ജീവിതത്തെപ്പറ്റി പഠിച്ച് നമ്മൾ പല പൈസകളും ചിലവാക്കി ഞാൻ എന്താണെന്ന് അറിയാൻ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ആ ഒരു അന്വേഷണത്തിൻ്റെ ആ എളിമ കൂടെ ഉള്ളവരോട് നമ്മൾ കാണിക്കുക. അങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മൃഗത്തേക്കാൾ അധപ്പതിക്കും, ഒരു സംശയമില്ല. നമ്മൾ മിക്കവർക്കും പറ്റണ ഒരു പറ്റുണ്ട്. നമ്മൾ ഈ സാക്ഷി ഭാവത്തെ പറ്റിയും അല്ലെങ്കിൽ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഘട്ടത്തിലും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പം അയാൾ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ആളാണെന്നും ഞാനിതാ ഇപ്പം എൻ്റെ ബോഡിയിൽ പ്രശ്നം വരും, ഞാനൊരു ഒബ്സർവറായിട്ടിരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ശാന്തനായിട്ടിരിക്കണം എന്നുള്ള ഒരുപാട് കമൻറ്റുകൾ നമ്മൾ പോലും അറിയാതെ മൈൻഡിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതല്ല യഥാർത്ഥ ഒബ്സർവേഷൻ. ഇത് നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഉള്ളിൽ ആ പറയുന്ന റെസിസ്റ്റൻസ് വെച്ചുകൊണ്ടാണ് ഓൾറെഡി ആ വ്യക്തിയെ നമ്മൾ ജഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ പുറത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇയാളെ ജഡ്ജ്മെൻറ്റിലൊക്കെ മാനേജ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സമയം വരുമ്പം പുറത്ത് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഈ മൈൻഡ് എന്ത് ചെയ്യും, പതുക്കെ അതിൻ്റെ ഭാഗത്ത് നിന്ന് വിഡ്രോ ചെയ്യും. അപ്പം നമ്മുടെ ബോഡിയിൽ പുറകെ കിടക്കുന്ന ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗം ഹൈലി ആക്റ്റീവാണ് ഭാഗത്തേക്ക്. കാരണം ഇത് കുറേ കാലത്തെ ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഈ ഭാഗം ഭയങ്കര സ്ട്രോങ്ലി ഇംപ്രിൻ്റാണ്. അപ്പോൾ നമുക്കവിടെ ഒരു കെമിക്കൽ പവർ കിട്ടും. മനസ്സിലായി? അത് വർഷങ്ങളായിട്ട് നമ്മുടെ സെല്ലുലാറിൽ അല്ലെങ്കിൽ കോശങ്ങളിൽ ഇത് അഡിക്റ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോൾ തന്നെ ബോഡി വലിഞ്ഞു മുറുകയും നമ്മൾ കംപ്ലീറ്റ് നേരെ തലയും കുത്തി താഴെ വരും. അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ടത്, നമ്മളല്ലാത്ത സമയത്ത് നമ്മുടെ ബോഡിയുമായിട്ട് നമ്മൾ നിരന്തരം കുറച്ച് നേരം പണിയെടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഇത് കയ്യിൽ വരില്ല. കാരണം നമ്മളപ്പോൾ നമ്മുടെ ബോഡി സ്പോട്ടിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പണിയെടുക്കണം. കാരണം നമ്മുടെ ശരീരത്തിലേക്ക് ഒബ്സർവേഷൻ വരണം. മറ്റത് നമ്മളിങ്ങനെ കയറി പിടിക്കുകയാണ് അടുത്ത ആളെ. ഇത് നമ്മൾ കംപ്ലീറ്റ് വലിഞ്ഞു മുറുകണതും നമ്മുടെ ശ്വാസത്തിൻ്റെ ഭാഗമൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ശരീരത്തിനെ ലൂസാക്കിയിട്ടുള്ള അനുഭവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഫ്രീസായി പോകും. കാരണം എന്താണ്, നമ്മൾ തന്നെ മൈൻഡ് വെച്ചിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഒരു ഒബ്സർവർ ആവാൻ നോക്കുക, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. കാരണം ഇത് ഹാപ്പനിങ്ങിൽ നമ്മളെ പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഇത് നടക്കാൻ പോകുന്നുള്ളൂ. സോ ബി എൻ ഒബ്സർവർ, നോട്ട് എൻ അബ്സോർവർ. ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമുക്കൊരാളോട് ദേഷ്യമോ വാശിയോ സ്നേഹമോ വൈരാഗ്യമോ എന്ത് ഇമോഷൻസ് കിടക്കുന്നത് നമുക്ക് തോന്നും നമ്മുടെ മൈൻഡിലാണെന്ന്, മനസ്സിലാണെന്ന്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്, എനിക്ക് ഇയാളോട് ദേഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് മനസ്സിലാണെന്നുള്ള തെറ്റിദ്ധാരണ വരുന്നത്. പക്ഷേ ആക്ച്വലി സംവെയർ നമ്മുടെ ശരീരത്തിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരാളോട് ദേഷ്യം വരുമ്പം നമ്മുടെ ശരീരമാണ് വലിഞ്ഞു മുറുകുന്നത്, നമ്മുടെ മനസ്സിന് യാതൊരു കുഴപ്പമില്ല. കാരണം ആ പൊട്ടന് ഒരു വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല.
പക്ഷെ നമ്മുടെ ശരീരമാണ് അവിടെ നശിക്കുന്നത്. അപ്പം നമ്മൾ പിടിക്കേണ്ടത് നമ്മളെ മനസ്സിനെയല്ല, നമ്മുടെ ശരീരത്തിനെ ഫ്രീ ആക്കുന്ന ഭാഗത്തേക്കാണ് നമ്മൾ വരേണ്ടത്. അല്ലെങ്കിൽ നശിച്ചു പോകുന്നത് ഈ ശരീരമാണ്. അപ്പം അതുകൊണ്ട് മനസ്സിനെ വിട്ടിട്ട് ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ഇതാണെല്ലാം എന്ന് കരുതിയിട്ട് അതിനെ മേക്കപ്പ് ഇട്ട് ആ കൈമലും കാൽമലും സ്വർണ്ണിട്ട് കൊണ്ട് നടക്കുന്ന കാര്യത്തെപ്പറ്റി അല്ല പറയണത്. അതിന് ഒരു പവിത്രമായ, ഒരു പരിശുദ്ധമായ അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി പോലെ പരിപാലിക്കുന്ന ഭാഗത്താണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഈ ബോഡിയിൽ കയറിപ്പോയി. അപ്പം അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് അടുത്തൊരു ട്രോമയായിട്ടാണ് മാറുന്നത്. ഇതിനെ ശുദ്ധി ചെയ്ത് ശുദ്ധി കലശം നടക്കുന്നതിനെ പറ്റിയാണ് പറയണത്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് പല മനുഷ്യരും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് തോറ്റു പോകുന്ന ഒരു ഭാഗമാണിത്. ഇത് നമ്മൾ നന്നായിട്ട് ഇതിലൊരു ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പവർഫുള്ളാവാം. എന്താണത്? കാരണം ജീവിതത്തിൽ ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ ഇപ്പം നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാവും. ആരെങ്കിലും കൂടെ ഉണ്ടാവും. കോൺഷ്യസ്ലി ഓർ സബ് കോൺഷ്യസ്ലി നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ടാവും, നമ്മുടെ വീട്ടിലോ പുറത്തോ എവിടെയെങ്കിലും. ഇതെങ്ങനെയാണ് ഈ ഒരു സബ് കോൺഷ്യസ് കോമ്പറ്റീഷൻ നമ്മുടെ ബോഡിയിൽ ബിൽഡ് ചെയ്തെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ അച്ഛൻ, അമ്മ, അധ്യാപകർ അല്ലെങ്കിൽ ഗുരുക്കന്മാർ, നമ്മുടെ മതത്തിലുള്ള ആൾക്കാർ, ഇവരൊക്കെ പല കാര്യങ്ങളെ കൊണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യുകയും നമ്മളങ്ങോട്ട് കട്ട് ഓഫ് ചെയ്ത്, അതായത് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണില്ല എന്നുള്ള ഒരവസ്ഥയിൽ ഇവർ നമ്മളങ്ങോട്ട് കട്ട് ഓഫ് ചെയ്തപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മളൊരു പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഉണ്ടാക്കി വെച്ച്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്ത്, പിന്നെ എന്നെ ജഡ്ജ് ചെയ്യുന്നവരെ, അതായത് നമ്മൾ കരുത്തരായി നമ്മൾ പോലും അറിയാതെ എന്നെ ജഡ്ജ് ചെയ്യണവരെ എവിടെയോ തിരുത്തണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് എൻ്റെ ശരിയെന്ന് തെളിയിക്കണം എന്നുള്ള ഒരു കടുത്ത മത്സരം നമ്മുടെ അബോധ മനസ്സ് ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചു. ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം എത്ര വർഷം കഴിഞ്ഞാലും പുറത്തുള്ളൊരു വ്യക്തി, കാരണം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വരുമ്പം നമ്മുടെ പ്രിയ സുഹൃത്തുക്കളെന്ന് നമ്മൾ തോന്നുന്ന ആളുകൾ നമ്മൾ തമാശയിൽ തല്ലുകൂടുകയും തമാശയിൽ കളിയാക്കുകയൊക്കെ ചെയ്യുമ്പം ഈ പ്രതിരോധം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഉണ്ടായി വരിക ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോവുക ചെയ്യണത്. പക്ഷെ ഇപ്പം പരസ്പരം രണ്ട് പേരും തമ്മിൽ ചില ആവശ്യങ്ങൾ നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ നേരെ വേറെ ലോക്കിട്ട് ഇതിനെ പൂട്ടി വെച്ചിരിക്കുകയാണ്. പക്ഷേ എനി ടൈം ഇത് പുറത്തേക്ക് വരും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. കാരണം എത്ര കാലം കഴിഞ്ഞാലും ഈ ഭാവത്തിന് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേദനിക്കുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് ഇങ്ങനെ ബിൽഡപ്പ് ആവും. കാരണം ആ പഴയ ലൂപ്പ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആവും. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്, നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ഇനി ഇത് പണിയായിട്ട് വരുന്നത് എങ്ങനെയാണ്? കാരണം നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ സ്ഥാനം നമ്മൾ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ആ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയ രീതിയിലുള്ളൊരു കണക്ഷൻ. അയാൾ സുപ്പീരിയറാണ്, അച്ഛനാണ്, അമ്മയാണ്, അല്ലെങ്കിൽ അയാളുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ ട്രേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇയാളുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇയാളുടെ ശ്രദ്ധക്കുറവ്, ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടാവും വരുന്നത്. അപ്പോൾ അയാൾ പറയുന്ന കാര്യത്തിൽ നമ്മളൊരു അൺവാണ്ടഡ് ഇൻ്റർഫിയറൻസ് നടത്തുമ്പോൾ അയാൾ ആ കാര്യങ്ങളെ എങ്ങനെയാണോ മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയതല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ വരുമ്പോൾ അയാൾ പറയാം അങ്ങനെയല്ല, അതല്ല ഞാൻ പറയണത് നീ കേൾക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ബിൽഡ് ചെയ്ത റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ആക്റ്റീവാകും. ഇത് ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളെ ശ്രദ്ധിക്കുന്നതിന് പകരം ആ വ്യക്തി അങ്ങനെയല്ല എന്ന് പറഞ്ഞ അയാളുടെ അശ്രദ്ധയെ നമ്മൾ ശ്രദ്ധിക്കാൻ പോയിട്ട് പിന്നെ നമ്മൾ 8ൻ്റെ പണി മേടിച്ചിട്ടാണ് വരുന്നത്. കാരണം നമ്മളെപ്പോഴാണോ മറ്റൊരാളുടെ ശ്രദ്ധക്കുറവിനെ ശ്രദ്ധിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് പവറും നമ്മൾ ആ വ്യക്തിയിൽ പണയം വെക്കുക ചെയ്യുന്നത്. ഇത് നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക്
കുറ്റബോധം എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ എന്നെ ശ്രദ്ധിച്ചു പോയിട്ട് പിന്നെയും കയ്യിൽ നിന്ന് പോയി, പിന്നെയും കയ്യിൽ നിന്ന് പോയി, മനസ്സിലായോ? കാരണം ആ കുറ്റബോധം നമ്മളെ ബോഡി അങ്ങോട്ട് വലിഞ്ഞു മുറുക്കും. നമ്മൾ ആ ഭാഗം, ആ നെഗറ്റീവ് എനർജി, ആ കൺക്ലൂഷന് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് സ്പോട്ടിൽ നമുക്ക് പണി കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അവിടെ നമ്മൾ അവരെ തിരുത്താൻ പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും ആ ഭാഗം, കാരണം തിരുത്താൻ പോവുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ പിടിക്കാനുള്ള സാധനമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആരെയും തിരുത്താൻ പോകരുത്. തിരുത്താൻ പോകുമ്പോൾ നമ്മുടെ എനർജി കംപ്ലീറ്റ്ലി വേസ്റ്റ് ആവുകയാണ്. അത് അടുത്താൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ അത് പറഞ്ഞ് നമുക്കൊന്ന് ശരിയാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞു. ഈ ഭാഗത്ത് നമ്മൾ അവിടെ നമ്മുടെ ശരീരത്തിലേക്ക് വളരെ റിലാക്സായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തൊരു ജീവിതം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് കാലക്രമേണ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കൊന്നും നടക്കുന്ന കേസല്ല. ഓക്കെ, അപ്പം അച്ഛനായാലും അമ്മയായാലും ഗുരുവായാലും നമ്മുടെ കോമ്പറ്റീറ്റർ ആയാലും അവരുടെ ശ്രദ്ധക്കുറവ് നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ആ കട്ടക്കോടാണ്, മനസ്സിലായത്? കാരണം അവിടെ ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള കണക്ഷൻ നമ്മൾ കട്ട് ഓഫ് ചെയ്യണം. കാരണം നമുക്ക് എനിക്ക് എന്നോടുള്ള ബന്ധത്തിൻ്റെ കൃത്യമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ പുറത്തുള്ളവർ എന്ത് വിവരക്കേട് പറഞ്ഞാലും, ഇനി എന്ത് വിവരം തന്നെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള വലിഞ്ഞു മുറുക്കലുണ്ടാക്കരുത്. മിക്കവാറും ഈ ചെറിയ ചെറിയ വാക്കിലാണ് നമ്മളിങ്ങനെ വലുതായിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അപ്പോൾ ആൾ പറയും അതങ്ങനെയല്ല, അതിങ്ങനെയാണ്. അപ്പോൾ നമ്മളത് എന്താ സംഭവിച്ച്, കാരണം ഓൾറെഡി ഇയാളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ക്ലാഷൊക്കെ കൂടി ഇപ്പം എന്ന് പറഞ്ഞ് പോപ്പപ്പ് ചെയ്ത് വരും. എന്നിട്ട് നമുക്ക് നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് കുറേ വർഷങ്ങളായിട്ട് ജീവിതത്തിലല്ല, പ്രത്യേകിച്ച് മതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഇത് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പോൾ അതൊക്കെ കൂടി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പോപ്പപ്പ് ചെയ്ത് വരുമ്പോൾ ഈ വ്യക്തിയുടെ കൂടെയാണ് ഇപ്പം നമ്മളുണ്ട്. നമ്മൾ വിചാരിക്കും ഇയാളാണ് പ്രശ്നമെന്ന്. എന്നിട്ട് ഇയാളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും തോറും നമ്മൾ ടയേർഡാവും. അപ്പോൾ നമുക്ക് ആരോടും മത്സരിക്കാനോ ജയിക്കാനോ ഇല്ല. നമ്മുടെ ആ പഴയ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ഈ ട്രോമയെ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ അവർ ഏത് മൂഡിലും അശ്രദ്ധയിൽ നിന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ പ്യൂർ ആ സീറോ സ്റ്റേറ്റ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കാരണം അവിടെ നമ്മൾ ജസ്റ്റ് നമ്മളിൽ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. ശ്രദ്ധയിൽ നിന്ന് ഒരിക്കലും പോകാൻ പാടില്ല. കാരണം എന്താണ്, മറ്റുള്ളവരെ മൂഡിനനുസരിച്ച് കൊണ്ടുപോകേണ്ട ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ആ പ്യുവറായിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെ ഉപയോഗിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ പതുക്കെ പതുക്കെ റിലീസ് ചെയ്തിട്ട് ഈ ബ്യൂട്ടിഫുൾ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് അനുഭവിക്കുക എന്നുള്ളതാണ്. കാരണം അവരുമായിട്ട് മത്സരിക്കാനുള്ള കാരണം തന്നെ നോക്ക്. കാരണം നമ്മളെ ആരോഗ്യം അടിച്ചമർത്തിയതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ആ ജസ്റ്റ് ബീയിങ് എന്നുള്ള സ്റ്റേറ്റിന് അത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ റൈറ്റ്. അതിനെ ആ അൾട്ടിമേറ്റ് ട്രൂത്തിനെ അല്ലെങ്കിൽ ആ അൾട്ടിമേറ്റ് സത്യത്തിനെ നമ്മൾ കളയേണ്ട ഒരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. ഓരോ കാര്യങ്ങളും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയണതിന് അവർ ആന്ന് മൂളണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഞാനെങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് എൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനുമായിട്ടുള്ള ബന്ധം നന്നായിട്ടുണ്ടോ, ഇത് മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒരു കാര്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. കാരണം പുറത്തുള്ള ഒരാളുമായിട്ടൊരു മത്സരവും ഇല്ലാതെ, ആരെയും തിരുത്താൻ ഒരു അജണ്ടയും നമ്മളിലില്ലാതെ നമുക്കങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണ്ടേ. വെറുതെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കുക, ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം അത് നമ്മുടെ ബോഡിയിലേക്ക് കൊണ്ടുവരണം. കാരണം നമ്മളെ ഒരാൾ കട്ട് ഓഫ് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ പ്രോസസ്സ് കട്ട് ഓഫ് ആവുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതല്ലേ നമ്മൾ നോക്കണ്ടേ. കാരണം ഒരാൾ നമ്മൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ഒരു ജീവിതം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനെ നമ്മൾ ശരിയല്ല എന്നാക്കി മാറ്റണത്. ഇത്രയിനപ്പുറം വലിയ വിഡ്ഢിത്തം തരണ്ട. ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടതേ നല്ല ഭക്ഷണവും കുറച്ച് നല്ല വെള്ളവും കുറച്ച് നല്ല ഉറക്കവും അല്ലെങ്കിൽ നന്നായിട്ട് ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നും അത് അങ്ങനെ തന്നെയാണ്.
പക്ഷെ നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ വേറെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിക്കഴിയുമ്പം പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിക്കാൻ വിചാരിച്ചാലും ഇത് ശ്രദ്ധിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം വേറെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും ഒരുപാട് നല്ല നല്ല അപ്രീസിയേഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങളെ ഒരിക്കലും ഒരു നേരത്തെ ഭക്ഷണം ശ്രദ്ധിച്ച് നന്നായിട്ട് കഴിക്കാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഇപ്പം നിങ്ങളിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജീവനോടെ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള ആ അവസ്ഥയിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണവും വെള്ളവും നിങ്ങളുടെ വിശ്രമവും നിങ്ങളുടെ ആശ്വാസവും അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രൈമറി ആയിട്ട് വരേണ്ടത്. അല്ലാതെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന ടെമ്പററി കാര്യങ്ങൾക്ക് വേണ്ടി ഈ ശരീരത്തിനെ ഉപയോഗിക്കുമ്പം പിന്നെ പെർമനൻ്റായിട്ട് എനിക്ക് താമസിക്കാനുള്ള ആ ഒരു ഇടത്തിനെയാണ് ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നതെന്ന് പതുക്കെ തിരിച്ചറിയാം. കാരണം അതിൻ്റെ പുറകെ കൂടിയിട്ട് ഒരു കാര്യമില്ല, അത് ടെമ്പററിയാണ്, അത് നടക്കേണ്ട പോലെ നടക്കുള്ളൂ. പക്ഷെ ഞാൻ നടക്കുന്നത് അതുള്ളത് കൊണ്ടല്ല. ഓക്കെ, അതുള്ളത് കൊണ്ടല്ല ഞാൻ നടക്കുന്നത്, ഞാൻ നടക്കുന്നത് കൊണ്ടാണ് അതുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയും മറ്റുള്ളവരെന്നോട് വാശി കാണിക്കണമെന്നുള്ള തോന്നലിൽ അവരോട് കാണിക്കുന്ന വാശിയും വൈരാഗ്യവും ദേഷ്യവും എല്ലാം എന്നെന്നും എനിക്ക് നിലനിൽക്കാനുള്ള ഈ എന്നെന്നും നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ബന്ധത്തെയാണ് തള്ളുന്നതെന്ന് വെറുതെ ജസ്റ്റ് സമയം കിട്ടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ കാര്യങ്ങളുടെ പുറകെ ഓടി നടക്കാതെ വളരെ റിലാക്സായിട്ട് അവനവൻ്റെ ജീവിതമല്ലേ, എന്ത് കാര്യത്തിലാണ് ആരോടെങ്കിലും വാശി വൈരാഗ്യം കാണിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത്? ഈ മതവും ഈ പറയുന്ന കുട്ടികളും എല്ലാ കാര്യങ്ങളും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ വിഷമം നമ്മുടെ വിഷമമാക്കി ഏറ്റെടുത്തിട്ട് നമ്മൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുമ്പം അവർ ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കാവും. അപ്പം ദയവ് ചെയ്ത് അവരുടെ കൂടെ ഇരിക്കുന്ന ഭാഗത്തിന് പകരം നമ്മുടെ മൈൻഡിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ കുഴഞ്ഞു പോകും. ഒന്നും ചെയ്യാനില്ല, കൂടെ ഇരിക്കാനേ ഉള്ളൂ. കൂടെ ഇരിക്കുക, കൂട്ടിരിക്കുക, വേറെ ഒന്നുമില്ല. ഒരു കാര്യമുള്ളത് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ബീയിങ് അണ്ടർസ്റ്റുഡ്, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ മനസ്സിലാക്കണം എന്ന് പറയുന്നൊരു ഭാഗം നമ്മളെപ്പോഴും നിരന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിഷയമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബീയിങ് എന്ന് പറയുന്നില്ലെങ്കിൽ ബീയിങ് എന്ന് പറഞ്ഞാൽ അതൊരു എൻഡ്ലെസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് കഴിഞ്ഞു പോവുക എന്നുള്ളൊരു ഭാഗം ഒരിക്കലും അവിടെ ഇല്ല. അതൊരു പാസ്റ്റ് ടെൻസ് അല്ല, അതൊരു ബീയിങ് ആണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതൊരിക്കലും നിശ്ചലമായിട്ട് നിൽക്കുന്ന ഒന്നല്ല. അത് എപ്പോഴും ഇപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ്. ഇത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും വേണം. കാരണം അതിനൊരു ഡെഫിനിഷൻ ഇല്ല, അതിനൊരു അതിരുകളില്ല. അത് നിമിഷം തോറും പുതുതായിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ ആ പുതുമയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണ ഒരു ജീവൻ്റെ ഒഴുക്കാണെന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു പുഴ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മളൊരു പാത്രത്തിൽ കോരിയെടുത്തിട്ട് ഇതാണ് പുഴ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലെ ബീയിങ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ബീയിങ് അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കിൽ അതിനെ ഒതുക്കാൻ നോക്കുന്നതിൻ്റെ ആ കാര്യം നമ്മുടെ ഉള്ളിലുള്ള പല വേദനകളും പ്രശ്നങ്ങളുമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ സ്വന്തം മനസ്സിൻ്റെ മുന്നിൽ എന്നെ മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കുന്നത് നമ്മുടെ വെറും ഒരു ഈഗോയുടെ ലൂപ്പാണ്. അല്ലെങ്കിൽ അതൊരു കപടമായ പോളിഷ്നെസ് മാത്രമാണ്. അതിൻ്റെ യാതൊരു ആവശ്യവും നമ്മൾ ജീവിക്കണ ഭാഗത്തില്ല. കാരണം ആർക്കെങ്കിലും എന്നോട് ബന്ധം വേണമെങ്കിൽ അത് അവരുടെ കാര്യമല്ലേ. കാരണം ഞാനായിരിക്കുന്ന അവസ്ഥയിൽ കംപ്ലീറ്റ്ലി ഓക്കെ ആണെങ്കിൽ ഐ ഡോണ്ട് ഹാവ് ടു മാർക്കറ്റ് മൈസെൽഫ്, അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനൊരു എൻ്റെ തന്നെ ഭാഗം പ്ലീസ് എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എന്നെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഞാൻ കെഞ്ചേണ്ട വല്ല കാര്യമുണ്ടോ? ബിക്കോസ് ഐ ആം ഹാവിങ് സച്ച് എ ബ്യൂട്ടിഫുൾ ലൈഫ്, അല്ലേ? അപ്പം നമ്മുടെ പഴയ അശ്രദ്ധയുടെ കോള് വരുന്നുണ്ട്.
ആ കെണികളാണ് അത്. ആ പഴയ അശ്രദ്ധ നമുക്ക് ഉണ്ടാക്കി തരുന്ന ലോക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഉണ്ടാക്കി തരുന്ന കൺക്ലൂഷനുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലാക്സായിട്ട് യാതൊരു ഡെഫിനേഷനും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അതിനേക്കാൾ സുന്ദരമായിട്ട് എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? സോ മനസ്സിലാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ മനസ്സിലാക്കണം എന്നുള്ളത് ഒരു സബ്ജക്റ്റല്ല, അത് തീർക്കാനുള്ളൊരു വിഷയം പോലുമല്ല. അത് ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചറിയേണ്ടതാണ് ഈ ബീയിങ് എന്ന് പറയുന്നത്. സോ ഡോണ്ട് ട്രൈ ടു ബി അണ്ടർസ്റ്റുഡ്, ജസ്റ്റ് ബി. അതാണ് ഇതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല.